ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. മഹാഭാരതത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പാണ്ഡവരും കൗരവരും യുദ്ധകളത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങാറായി. അങ്ങനെ പ്രധാന സേനാപതിമാരെല്ലാവരും ശംഖ് ഊതുകയാണ്. ആ ശംഖനാദം കേട്ട്, പ്രത്യേകിച്ച് പാണ്ഡവരുടെ ആ ശംഖനാദം കേട്ടിട്ട് കൗരവർക്കെല്ലാം ഭയം തോന്നുകയാണ്. യുദ്ധം ഏകദേശം ആരംഭിക്കാറായി. ഇനി ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവത്ഗീത പഠിക്കുകയാണ്, മഹാഭാരതത്തിൻ്റെ ഈ അധ്യായത്തിൽ. കാരണം യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയം ജനിക്കുകയാണ്. അർജുന് വിഷമം തോന്നുകയാണ്, സ്വന്തം ബന്ധുക്കൾക്കെതിരെ എങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യുക എന്ന്. അതിനെ തുടർന്ന് ഭഗവാൻ അർജുന് പ്രചോദനം നൽകുകയാണ് ഭഗവത്ഗീതയിലൂടെ. നമുക്ക് നോക്കാം ഭഗവാൻ എന്തൊക്കെയാണ് അർജുനോട് പറഞ്ഞതെന്ന്. അതിനു മുമ്പായിട്ട് ഗുരുപ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീവാഷവാനബീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവരദവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവഭൂമിസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ തേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ. ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭ്യ സേവ്യമാനോ സ്മരാമോ. ശ്രീമദ്രാസരസാരംഭീ വംശീപരത്തരസ്ഥിത കർഷൻ വേണുസ്വരേർഗോപീർഗോപീനാഥശ്രീസ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി
वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुगं करोति वाचालं भङ्गं दङ्गयति गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। നമുക്ക് ചർച്ച തുടരാം. എല്ലാവരും യുദ്ധം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അർജുൻ്റെ ഗാണ്ഡീവം എടുത്തു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, അച്യുത, എൻ്റെ രഥം ഇരു സൈന്യത്തിലെയും മധ്യത്തിൽ കൊണ്ട് നിർത്തുക. ഇരുപക്ഷത്തിലുള്ള ആൾക്കാരെ എനിക്കൊന്ന് കാണണം, പ്രത്യേകിച്ച് എൻ്റെ ശത്രുക്കളെ. ആരുമായിട്ടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എനിക്ക് നേരിട്ടൊന്ന് കാണണം. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരെ സഹായിക്കാൻ വന്നത് വിഡ്ഢികൾ ആരൊക്കെയാണെന്ന് ഞാൻ നേരിട്ടൊന്ന് കാണണമെന്ന്. ഭഗവാൻ കൃഷ്ണൻ രഥത്തെ ഇരു സൈന്യത്തിൻ്റെ മധ്യത്തിൽ കൊണ്ട് നിർത്തി. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, അർജുന, നോക്കൂ, കുരു സൈന്യം എല്ലാവരും ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നു. അർജുൻ യുദ്ധകളത്തിൽ എല്ലാവരെയും നോക്കി. ഭഗവാന് നന്നായിട്ട് അർജുൻ്റെ മനസ്സറിയായിരുന്നു. എത്രയോ കാലങ്ങളായിട്ട് കാത്തുനിന്ന ആ ഭീകര യുദ്ധം തുടങ്ങാറായി. ഇനി എന്തായാലും തിരിച്ചു പോകാൻ കഴിയില്ല. ആ ഭീകര പരിണാമങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അർജുൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അർജുൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ളവർ, സഹോദരങ്ങളെ പോലെയുള്ളവർ, മക്കളുടെ പ്രായത്തിലുള്ളവർ, കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ളവർ, ഗുരു സ്ഥാനത്തുള്ളവർ, മാമൻ്റെ സ്ഥാനത്തുള്ളവർ, സുഹൃത്തുക്കൾ, അർജുൻ്റെ എല്ലാ ബന്ധുക്കളും. അർജുന് ഒരുപാട് കാരുണ്യം തോന്നി. സ്വന്തം ബന്ധുക്കളെ ഞാൻ എങ്ങനെ കൊല്ലാൻ തയ്യാറായി എന്ന് അർജുൻ ചിന്തിക്കാം. അർജുന് ഒരുപാട് ദുഃഖം തോന്നുകയാണ്. ബലമെല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു. വിറച്ചുകൊണ്ട് കൃഷ്ണനോട് പറയുകയാണ്, ഭഗവാനെ, എൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും യുദ്ധോത്സുകരായിട്ട് എൻ്റെ മുമ്പിൽ കണ്ടിട്ട് എൻ്റെ കൈകളെല്ലാം വിറയ്ക്കുകയാണ്. എൻ്റെ വായെല്ലാം ഉണങ്ങിപ്പോവുകയാണ്.
എന്നിട്ട് അർജുൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം താഴെ വീഴുകയാണ്. ദേഹം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങുകയാണ്. അർജുൻ്റെ തൊലി മുഴുവൻ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുകയാണ്. ഭയത്താൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അർജുന് തോന്നുകയാണ്. ഭഗവാനോട് പറയുക, കേശവ, എനിക്ക് തോന്നുന്നില്ല ഈ യുദ്ധം എനിക്ക് ചെയ്യാൻ കഴിയുന്നു. ഞാൻ ആരാണെന്ന് ഞാൻ മറന്നു പോവുകയാണ്. എൻ്റെ മനസ്സിനെ കീഴടക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിലൂടെ എല്ലാം നിർഭാഗ്യം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സ്വന്തം ബന്ധുക്കളെ കൊല്ലുന്നതിലൂടെ നമുക്ക് എന്ത് നന്മയാണ് കിട്ടാൻ പോവുക? നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് നന്മയാണ് കൃഷ്ണ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അർജുൻ മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ്. ഇനി എന്തായാലും യുദ്ധം ചെയ്യത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. വിരാട് യുദ്ധത്തിൽ ഇവരെ തന്നെയാണ് നേരിട്ടെങ്കിലും ആ സമയത്ത് ഇവരെ കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു യുദ്ധം ചെയ്യുന്നത്. കൗരവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലായിരുന്നു അർജുൻ വിരാട് യുദ്ധത്തിൽ യുദ്ധം ചെയ്തത്. പക്ഷെ ഇപ്പോൾ പാണ്ഡവരും കൗരവരും ഇനി ആരും തിരിച്ചു പോകുന്നില്ല എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതോർത്തപ്പോൾ അർജുൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞ്, ഗോവിന്ദ, എനിക്ക് രാജ്യത്തിനോടോ സാമ്രാജ്യത്തിനോടോ ആധിപത്യത്തിനോടോ സമ്പത്തിനോടോ ഒന്നും താല്പര്യമില്ല. എൻ്റെ സ്വന്തം ബന്ധുക്കളില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പ്രയോജനം എന്താണ്? എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവർ, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർ, മക്കളുടെ സ്ഥാനത്തുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ട അവരെല്ലാവരും എൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. യുദ്ധത്തിനോടുള്ള താല്പര്യമെല്ലാം എനിക്കിപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും എൻ്റെ മരണം ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ എനിക്ക് അവരെ കൊല്ലാൻ താല്പര്യമില്ല ജനാർദ്ദന. 3 ലോകങ്ങളുടെ ആധിപത്യം എനിക്ക് കിട്ടിയാലും ഇവരെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ഞാൻ എന്തിനിവരെ കൊല്ലണം? ഈ ഒരു യുദ്ധത്തിലൂടെ എന്തെങ്കിലും സന്തോഷം പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുൻ ആകെ വേർത്ത് കുളിച്ചു. ശ്വാസം എടുക്കാൻ പോലും അർജുനന് ബുദ്ധിമുട്ട് തോന്നി. ഭീഷ്മർ, ദ്രോണർ, ശല്യർ, ബാഹ്ലികൻ ഇവരെല്ലാം അർജുന് വളരെ പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള വ്യക്തികളായിരുന്നു. അവരെല്ലാം മുന്നിൽ കണ്ടപ്പോൾ കൂടുതൽ ദുഃഖത്തിലാണ്ടുപോയി അർജുൻ. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള രാജകുമാരന്മാരും കൗരവരുടെ പുത്രന്മാരും അവരുടെ ബന്ധുക്കളും അവരെല്ലാം സ്വന്തം മക്കളെ പോലെയായിരുന്നു. അവരോടും അർജുന് കാരുണ്യം തോന്നി. ധൃതരാഷ്ട്ര പുത്രന്മാരും കാരുണ്യത്തിന് അർഹരാണ്. കാരണം അവർ മണ്ടന്മാരാണ്. അവരുടെ നന്മ എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അവരെ കൊല്ലുന്നതിലൂടെ എന്ത് നന്മയാണ് നമുക്ക് കിട്ടുന്നത്? അർജുൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇവരെല്ലാം ആദതായികളാണ്. ആദതായികൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് അപഹരിക്കുന്നവർ, അല്ലെങ്കിൽ ചുട്ടുകൊല്ലാൻ നോക്കുന്നവർ, സ്ത്രീകളെ ദ്രോഹിക്കുന്നവർ. അന്നേരം ഇവരൊക്കെ ആദതായികളാണ്. ആദതായികളെ കൊല്ലുന്നതുകൊണ്ട് പാപമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇവരോട് ക്ഷമിക്കണം. കാരണം അത്യാഗ്രഹത്താൽ അവർക്ക് അവരുടെ നന്മ എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് അവരുടെ ധർമ്മം അറിയത്തില്ലെങ്കിലും നമ്മളെങ്കിലും നമ്മുടെ ധർമ്മം മറന്നു പോകാൻ പാടില്ലല്ലോ. മുതിർന്ന ഈ വ്യക്തികളെല്ലാം നമ്മൾ കൊല്ലുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ധാർമ്മികതയെല്ലാം നഷ്ടപ്പെടും. അതൊക്കെ ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമല്ലേ? ഒരു പരമ്പരാഗതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളില്ലെങ്കിൽ പൊതുവെ സമൂഹം മൊത്തത്തിൽ നിരീശ്വരവാദത്തിലേക്ക് തിരിയും. ഈ ഒരു യോദ്ധാക്കളെല്ലാം കൊല്ലുന്നതിലൂടെ അവരുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെയാകും. നീചന്മാരായിട്ടുള്ള താഴ്ന്ന ചിന്താഗതിയുള്ള വ്യക്തികളുടെ നോട്ടം അവരുടെ മേൽ പതിക്കും. അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാകും. അങ്ങനെ താഴ്ന്ന ജനങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അത്രത്തോളം അധപ്പതിച്ച കുട്ടികളായിരിക്കും.
ആ ആപത്തിനെല്ലാം കാരണക്കാരൻ ഞാനായി തീരും. എന്നേക്കുമായിട്ട് ഞാനും എൻ്റെ കുലവും എല്ലാവരും നരകത്തിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ ഗുരുകുലത്തിൽ പഠിച്ച വേദശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലും അർജുൻ പറഞ്ഞു, ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണ, എനിക്ക് തോന്നുന്നു സ്വന്തം ബന്ധുക്കളെ കൊല്ലുന്നത് ഒരിക്കലും ധർമ്മമല്ല, പ്രത്യേകിച്ച് സ്വന്തം മുതിർന്ന വ്യക്തികളെ. അവരാണ് ഈ കുലത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഒരിക്കലും കൊല്ലാൻ പാടില്ല, അതും പ്രത്യേകിച്ച് സമ്പത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടി. അർജുൻ കരയാൻ തുടങ്ങി. ഞാൻ ആയുധമൊന്നും എടുക്കാതെ ഇവിടെ നിൽക്കുമ്പോൾ കൗരവർ ആയുധം എടുത്തുകൊണ്ട് വന്ന് എന്നെ കൊന്നു കഴിഞ്ഞാലും അതിലൂടെ എനിക്ക് സന്തോഷമേ കിട്ടൂ. അങ്ങനെ അർജുൻ ആയുധങ്ങളൊക്കെ താഴെ എറിഞ്ഞ് രഥത്തിലിരിപ്പായി. പക്ഷെ ഇത്രയും ദുഃഖത്തിലാണ്ട് അർജുനെ കണ്ടപ്പോഴും ഭഗവാൻ കൃഷ്ണൻ ചിരിക്കുകയാണ്. ഭഗവാൻ ചിന്തിക്കുകയാണ്, ഇത്രയും വീരയോദ്ധാവിൽ നിന്നും ഇങ്ങനെ ഒരു മണ്ടത്തരം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഈ മാലിന്യങ്ങളെല്ലാം നിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു അർജുന? നിന്നെപ്പോലെ ജീവിതത്തിൻ്റെ ഉയർന്ന മൂല്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ ഇതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇതിലൂടെ നിനക്ക് കീർത്തിയോ ഉയർന്ന ലോകങ്ങളോ അല്ല ലഭിക്കുന്നത്, അപമാനം മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കുന്തിപുത്ര, ഈ ഒരു ആണത്വ ഇല്ലായ്മയ്ക്ക് കൂട്ടു നിൽക്കാതെ, ഇത് നിനക്കൊട്ടും ചേരുന്നില്ല, നീ എഴുന്നേക്കൂ, യുദ്ധം ചെയ്യൂ. ഇത് കേട്ടപ്പോൾ അർജുൻ വലിയ അത്ഭുതത്തോടുകൂടി ഭഗവാനെ നോക്കി. അർജുൻ വിചാരിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇത്രയും ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഭഗവാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അധാർമിക നിർദ്ദേശം കൃഷ്ണ ഒരിക്കലും എനിക്ക് പറഞ്ഞു നൽകിയിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതല്ലേ. അർജുൻ ഒരുപാട് സംഭ്രമത്തിലായി. ഞാൻ പറഞ്ഞ ഈ ധാർമ്മിക തത്വങ്ങളെ ഒന്നും കൃഷ്ണൻ കേട്ടതുപോലും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ക്ഷത്രിയ കർത്തവ്യം എന്ന് പറഞ്ഞ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നതാണ്. പക്ഷെ ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, ഇവരെല്ലാം ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളാണ്. അവരെപ്പോഴും ധർമ്മം പാലിച്ചവരാണ്. അതുകൊണ്ട് വിറച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ശത്രുക്കളെ കൊല്ലുക എന്നത് തീർച്ചയായിട്ടും ധർമ്മമാണ്. പക്ഷെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ബഹുമാന്യരായിട്ടുള്ള ഈ വ്യക്തികളെ എങ്ങനെയാണ് ഞാൻ കൊല്ലുക? ഇതിനെക്കാട്ടി നല്ലത് പിച്ചെടുത്ത് ജീവിക്കുന്നതല്ലേ. മറ്റുള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ട് ജീവിക്കുന്നതിനെക്കാട്ടിയും പിച്ചെടുത്ത് ജീവിക്കുന്നതല്ലേ നല്ലത്. അവർക്ക് അത്യാഗ്രഹം ബാധിച്ചുവെങ്കിലും അവർ നമ്മുടെ മുതിർന്ന വ്യക്തികളല്ലേ. ഏത് ധർമ്മമാണ് പറയുന്നത് അവരെ കൊല്ലുക എന്ന്? നമ്മൾ യുദ്ധം ജയിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അവരുടെ രക്തക്കറ പുരണ്ടു കിടക്കും. അതുകൊണ്ട് ജയിക്കുന്നതിലൂടെയും നമ്മൾ തോൽക്കുകയാണ്. ഇനി ജയം എന്ന് പറയുന്നത് ഉറപ്പില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് ആഗ്രഹിക്കുന്ന പോലുമില്ല. സ്വന്തം ബന്ധുക്കളെ കൊന്നതിന് ശേഷം ആരാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? പക്ഷെ എന്നിട്ടും അവർ ആയുധമെല്ലാം പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷ അർജുന് കാണാൻ കഴിയുന്നില്ലായിരുന്നു. കൗരവരെല്ലാം അർജുനെ കൊല്ലാനും അർജുനെയും അർജുൻ്റെ സൈന്യത്തെയും നശിപ്പിക്കാനായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും അർജുന് യുദ്ധം ചെയ്യാൻ തോന്നുന്നില്ല. അത് ധർമ്മമാണെന്നും അർജുന് തോന്നുന്നില്ല. പക്ഷേ ഈ ധാർമ്മിക വാക്കുകൾക്കൊന്നും കൃഷ്ണനിൽ ഒരു മാറ്റം ഉണ്ടാക്കിയില്ല. യഥാർത്ഥത്തിൽ ഇനി എൻ്റെ കർത്തവ്യം എന്താണ്?
ഒരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എന്നിട്ട് അർജുൻ കൃഷ്ണനെ നോക്കി. അപ്പോഴും ഭഗവാൻ വളരെ ശാന്തനായിട്ട് കുതിരകളുടെ ആ കയറും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യത്താൽ മാത്രമാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ശരിയായിട്ടുള്ള മാർഗം കാണിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും കൃഷ്ണനെ ആശ്രയിക്കാൻ അർജുൻ തീരുമാനിച്ചു. അർജുൻ പറഞ്ഞു, കൃഷ്ണ, എന്താണ് എൻ്റെ നന്മ എന്ന് ഞാൻ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ദുർബലത കാരണം എന്ത് ശരി എന്ത് തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഉള്ളിൽ ഇടുങ്ങിയ ചിന്താഗതിയും സ്വാർത്ഥ ചിന്താഗതിയും നിറഞ്ഞിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. എന്താണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം അങ്ങ് പറഞ്ഞു നൽകും. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. അങ്ങയെ പൂർണ്ണമായിട്ട് ഞാൻ ആശ്രയിക്കുകയാണ്. അങ്ങ് എനിക്ക് പറഞ്ഞു നൽകൂ. ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ദേവന്മാർക്ക് തത്തുല്യമായിട്ടുള്ള രാജ്യം പോലും എനിക്ക് ലഭിച്ചു കഴിഞ്ഞാലും എനിക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഗോവിന്ദ, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് അർജുൻ ശാന്തനായി. ഇനി ഭഗവാൻ കൃഷ്ണനാണ് അർജുനെ യുദ്ധത്തിന് വേണ്ടി സമ്മതിപ്പിക്കേണ്ടത്. ഇതേ സമയത്ത് ഭീഷ്മര് അർജുനെ നോക്കി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അർജുൻ എന്തുകൊണ്ടാണ് യുദ്ധം തുടങ്ങാത്തത്? അർജുൻ്റെ രഥത്തിൽ നിന്നെല്ലാം ഇറങ്ങിയിരിക്കുന്നു. എന്തോ കൃഷ്ണനും അർജുനായിട്ട് എന്തൊക്കെയോ നടക്കുകയാണല്ലോ. ഭീഷ്മര് അപ്പോഴേക്കും ഇവിടുന്ന് കൗരവ സൈന്യം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡവ സൈന്യം അവിടുന്ന് ആരംഭിച്ചു എന്നുള്ളതാണ്. അന്നേരം ഭീഷ്മര് കൗരവ സൈന്യത്തിനോട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ ചിന്തിക്കുക, ഇനി അവസാനമായിട്ട് കൃഷ്ണൻ എന്തെങ്കിലും ശാന്തി പ്രസ്താവന കൊണ്ടുവന്നിരിക്കുകയാണോ യുദ്ധത്തിൽ? ഭീഷ്മർ ചിന്തിച്ച് അതിനെന്തായാലും സാധ്യത കുറവാണ്. കാരണം ശംഖുകളെല്ലാം ഊതി യുദ്ധം തുടങ്ങിയെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കൃഷ്ണനല്ലേ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭീഷ്മർക്ക് അതിനെതിരെ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഭീഷ്മർ തീരുമാനിച്ചു, അർജുന്റെ രഥം വീണ്ടും പാണ്ഡവ പക്ഷത്തേക്ക് എത്തുന്നത് വരെ യുദ്ധം തുടങ്ങണ്ട എന്ന് തീരുമാനിച്ചു. യുധിഷ്ഠിരൻ അതിൻ്റെ ഇടയിൽ പാണ്ഡവ സൈന്യത്തിനോട് നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതേസമയത്ത് ഭഗവാൻ കൃഷ്ണൻ കൂടുതൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് അറിഞ്ഞപ്പോൾ ഭഗവാന് കൂടുതൽ സന്തോഷമായി. ഭഗവാൻ കൈ അനുഗ്രഹ മുദ്രയിൽ കാണിച്ചിട്ട് പറഞ്ഞു, അർജുന, നീ വലിയ പാണ്ഡിത്യം നിറഞ്ഞ വാക്കുകളാണ് പറയുന്നത്. പക്ഷെ എന്നാലും ദുഃഖിക്കാൻ പാടില്ലാത്തതിനെ ഓർത്താണ് നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ജീവൻ ഉള്ളതിനെക്കുറിച്ചോ മരിച്ചതിനെക്കുറിച്ചോ ഓർത്ത് വിലപിക്കാറില്ല. നീ, ഞാൻ, ഈ ക്ഷത്രിയരെല്ലാവരും ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ശരീരങ്ങളല്ല, നമ്മൾ ആത്മാവാണ്. ഒരു ശരീരം മാറി ഒരു ശരീരത്തിലേക്ക് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ശരീരത്തിനോട്, ഈ ഒരു ജീവിതത്തിൽ തന്നെ ശരീരം മാറുന്നത് നീ കാണുന്നില്ലേ? നമ്മൾ ഒരേ വ്യക്തിയാണ്, പക്ഷെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതേപോലെ മരണം വരുമ്പോൾ നമുക്ക് പുതിയ ശരീരം ലഭിക്കുകയാണ്. അതുകൊണ്ട് ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തി ഈ ഒരു മാറ്റത്താൽ ഒരിക്കലും ദുഃഖിക്കാറില്ല. ഭഗവാന്റെ തൃപ്പാദത്തിൽ മുട്ടുകുത്തി നിന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന് ഒരു ആശ്വാസം തോന്നി.
ഭഗവാൻ എപ്പോഴും കറക്റ്റ് പോയിന്റിലായിരിക്കും സംസാരിക്കുന്നത്. അതേപോലെ അർജുൻ്റെ ആ വിഷമത്തിന് ഒരു ആശ്വാസം കിട്ടി. അർജുൻ ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, കുന്തിപുത്ര, സുഖവും ദുഃഖവും വന്നും പോയി നിൽക്കും. ചൂടുകാലം തണുപ്പുകാലം പോലെ. അത് ഇന്ദ്രിയ സ്പർശനം കൊണ്ട് മാത്രം അനുഭവിക്കുന്നതാണ്. ഇന്ദ്രിയവും ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കത്താൽ മാത്രമാണ് അത് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സഹിക്കാൻ പഠിക്കണം. അതിനാൽ സംഭ്രമത്തിലാകാതെ, ആരാണോ ഇത് സഹിക്കാൻ പറ്റുന്നത് അവർ തീർച്ചയായിട്ടും മോക്ഷത്തിന് അർഹനാണ്. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മോചിതനാവാൻ അവൻ അർഹനാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനത്തിനെ നന്നായി വിശകലനം ചെയ്തിട്ട് അവർ പറയുന്നു, ഈ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. ആത്മാവിന് ഒരു മാറ്റമില്ല. ശരീരം മാറിക്കൊണ്ടേയിരിക്കും. ആത്മാവ് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ സർവ്വവ്യാപിയായിട്ടിരിക്കുകയാണ്. പക്ഷെ ആ ആത്മാവിനെ ആർക്കും നശിക്കാൻ കഴിയില്ല. ആ ആത്മാവിൻ്റെ ശക്തികളെ അളക്കാനും കഴിയില്ല. ആ ആത്മാവ് നിത്യമായിട്ട് നിലനിൽക്കുന്നു. ശരീരം തീർച്ചയായിട്ടും അവസാനിക്കും. അതുകൊണ്ട് നിന്റെ ബന്ധുക്കളുടെ ശരീരത്തെക്കുറിച്ച് ഓർക്കാതെ നീ യുദ്ധം ചെയ്യും. ഭഗവാൻ പറയുന്ന കാര്യം അർജുന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആത്മാവ് തീർച്ചയായിട്ടും നിത്യമാണ്, ശാശ്വതമാണ്. പക്ഷേ കൊല്ലുന്ന സമയത്ത് ഈ ഒരു തർക്കം വളരെ നന്നായിരിക്കും. കാരണം മരണം, വീണ്ടും പുനർജന്മം എന്ന് പറയുന്നത് ഏറ്റവും വേദന ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളാണ്. അർജുൻ്റെ ഉള്ളിലെ ആ സംശയത്തെ മനസ്സിലാക്കി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഒരാൾ കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അറിവില്ല. കാരണം ആത്മാവിനെ ആർക്കും കൊല്ലാനും കഴിയില്ല, കൊല്ലിപ്പിക്കാനും കഴിയില്ല, കൊല്ലപ്പെടാനും കഴിയില്ല. കാരണം ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ആത്മാവ് സൃഷ്ടിക്കപ്പെടുന്നുമില്ല. ആത്മാവ് ജന്മരഹിതനാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് നീ എങ്ങനെയാണ് നിന്റെ ബന്ധുക്കളുടെ മരണത്തിന് കാരണമാകാൻ കഴിയുക? ഈ ശരീരം നശിക്കുന്നതിലൂടെ ആത്മാവിന് പുതിയൊരു ശരീരം ലഭിക്കുകയാണ്. എങ്ങനെയാണോ ഒരു വ്യക്തി പഴയ വസ്ത്രത്തെ ത്യജിച്ചിട്ട് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത്, അതേപോലെ അർജുന് മനസ്സിലായി. ഭഗവാൻ കൃഷ്ണൻ അർജുനെ ബോധ്യപ്പെടുത്തുകയാണ്, ഈ ബന്ധുക്കൾക്കൊന്നും നഷ്ടം ഉണ്ടാവത്തില്ല. അവരുടെ ശരീരം നശിക്കുന്നതിലൂടെ അവർ എല്ലാവിധ ദുഃഖത്തിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, കർമ്മബന്ധനങ്ങളിൽ നിന്നും അവർ മോചിതരാകുകയാണ്. അവർക്ക് പുതിയൊരു ശരീരം ലഭിക്കും. ഉപരിലോകങ്ങളിലേക്ക് അവർക്ക് ഒരു സ്ഥാനം ലഭിക്കും. അപ്പോൾ അർജുന് വീണ്ടും ഒരു സംശയം. കാരണം അർജുൻ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ആ ദിവ്യാസ്ത്രങ്ങൾ ആത്മാവിനെ നശിപ്പിക്കുക എന്നൊരു ഭയം. ഉടൻ തന്നെ അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഈ ലോകത്ത് ഒരു അസ്ത്രവും അഗ്നിയായാലും കാറ്റിനാലും വെള്ളത്താലും ഒരു തരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങൾക്കോ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആത്മാവിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഭൗതികമായിട്ട് ഒരു മാറ്റത്തിനും ആത്മാവിനെ മാറ്റാൻ കഴിയില്ല. വേദങ്ങളിൽ ആത്മാവിനെ അദൃശ്യനായിട്ടാണ് പറയുന്നത്, അചിന്ത്യനായിട്ടും ഒരിക്കലും മാറ്റം കൊണ്ടുവരാൻ പറ്റാത്തതുമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് പുറമേയുള്ള വസ്ത്രം മാത്രമാണ്. അർജുൻ ശാന്തനായിട്ടെല്ലാം കേട്ടു. ഭീഷ്മരും ദ്രോണരും യഥാർത്ഥത്തിൽ ആത്മാക്കളാണ് എന്ന് അർജുന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് അർജുന് വിഷമം തോന്നുകയാണ്.
ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് സഹിച്ചേ പറ്റുമെന്ന്. പക്ഷെ അത് എളുപ്പമല്ല. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇനി നീ ആത്മാവില്ല എന്ന് കരുതുകയാണെങ്കിൽ പോലും എന്നാലും നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരം എന്ന് പറയുന്ന ഒരു ജഡവസ്തുവാണല്ലോ. അത് വീണ്ടും വീണ്ടും എന്തായാലും സൃഷ്ടിക്കപ്പെടുന്നു, നശിക്കുന്നു. ശരീരം മണ്ണുമായിട്ട് ചേരും, അഗ്നിയായിട്ട് ചേരും, അല്ലേ? അതുകൊണ്ട് പിന്നെ നീ എന്തിനാണ് ഈ പ്രകൃതിയുടെ മാറ്റത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച്, കാലചക്രത്തിനനുസരിച്ച് ഈ ശരീരം എന്തായാലും ഒരു ദിവസം മണ്ണിൽ ചേരേണ്ടതാണ്, അഗ്നിയിൽ ഭസ്മമാകേണ്ടതാണ്. അതുകൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. മരണത്തിൻ്റെ തൊട്ടുപുറയിൽ തന്നെ ജനനം ഉണ്ടായിരിക്കും. ജനനം കഴിഞ്ഞാൽ മരണവും സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നീ ദുഃഖിക്കാതെ നീ നിന്റെ കർത്തവ്യം ചെയ്യൂ അർജുന. കാരണം കാലത്തിൻ്റെ പ്രഭാവത്തെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാലചക്രമാണ് എല്ലാവരുടെയും മരണം കൊണ്ടുവരുന്നത്. അർജുൻ ഭഗവാന്റെ ഈ വാക്കുകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ടും ആത്മാവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അർജുനു അനുഭവപ്പെട്ടു. ആത്മാവ് തീർച്ചയായിട്ടും നാശരഹിതമാണെന്ന് വളരെ വ്യക്തമായി. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവെന്ന് പറയുന്നത് എന്താണ് എന്നൊരു സംശയം അർജുൻ്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും തുടർന്നു. ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെല്ലാം ആത്മാവിനെ വലിയ അത്ഭുത വസ്തുവായിട്ടാണ് കാണുന്നത്. വേദങ്ങളിൽ ആത്മാവിനെ വലിയ അത്ഭുതമായിട്ടാണ് പറയുന്നത്. ആത്മാവിനെക്കുറിച്ച് കേട്ടവരും അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കും എല്ലാ ആത്മാവ് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ഒരു കാര്യം നീ മനസ്സിലാക്കുക, ആത്മാവിനെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ബന്ധുക്കളെക്കുറിച്ചുള്ള ഈ ദുഃഖമെല്ലാം നീ മാറ്റിവെക്കൂ. പിന്നെ ഭഗവാൻ അർജുൻ്റെ ആ ഭയത്തെ മാറ്റാനായിട്ട് കുറച്ച് വിഷയത്തെ മാറ്റാമെന്ന് വിചാരിച്ചു. അർജുൻ്റെ പ്രധാന ഭയം ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊന്നു കഴിഞ്ഞാൽ പാപം കിട്ടുമെന്നാണ്. അന്നേരം അതിനെക്കുറിച്ച് ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, അർജുന, നീ ഒരു ക്ഷത്രിയനാണ്. അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയ കർത്തവ്യമാണ്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. ഇത് നല്ലൊരു അവസരമാണ്. ഇതിലൂടെ നിനക്ക് സ്വർഗപ്രാപ്തി ലഭിക്കും. നീ യുദ്ധം ചെയ്യാതിരിക്കുകയാണെങ്കിലാണ് നിനക്ക് പാപം ലഭിക്കുക. കാരണം നീ നിന്റെ കർത്തവ്യത്തെ അവഗണിച്ചു എന്നതിൻ്റെ പേരിൽ. അങ്ങനെ നീ യുദ്ധം വിട്ടു പോവുകയാണെങ്കിൽ എന്നെന്നും നിനക്ക് അപമാനം ലഭിക്കും. എല്ലാവരും നീ ഭയത്താൽ യുദ്ധത്തിൽ നിന്ന് ഓടി എന്നേ പറയും. നിന്നെ ഇത്രയും കാലം ബഹുമാനിച്ചവർ പോലും നിന്നെ അപമാനിക്കും. നിന്നെ ഒരു ധീരനായിട്ട് ആരും കാണത്തില്ല. അന്നേരം ഒരു ആത്മാഭിമാനമുള്ള വ്യക്തിക്ക് അപമാനമല്ല ഏറ്റവും വലിയ മരണം. അന്നേരം ക്ഷത്രിയ കർത്തവ്യത്തിൽ നിന്നും നീ പിന്മാറുകയാണ് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുന് വലിയ അസ്വസ്ഥനായി. അങ്ങനെ മാറുന്നതിലൂടെ ഞാൻ ഒരു പാപം ചെയ്യുക എന്ന് ഓർത്തപ്പോൾ അർജുന് വലിയ വിഷമമായി. അതേ സമയത്ത് ലോകം മുഴുവൻ അർജുനെ കുറ്റപ്പെടുത്തും എന്നുള്ളത് കേട്ടപ്പോഴും അത് അർജുന് അസഹനീയമായിട്ട് തോന്നി. ഭഗവാൻ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, പാർത്ഥ, ഈ യുദ്ധത്തിന് 2 പരിണാമങ്ങളെ ഉണ്ടാകും. ഒന്നുകിൽ നീ മരിക്കും, അങ്ങനെയാണെങ്കിൽ നീ സ്വർഗത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ നീ നിന്റെ ശത്രുക്കളെ എല്ലാവരെയും കൊന്ന് ഈ ഭൂമിയുടെ മുഴുവൻ ആധിപത്യം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നീ ഉറച്ച തീരുമാനത്തോടു കൂടി യുദ്ധം ചെയ്യും. എൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ്. അതുകൊണ്ട് നീ സുഖത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ ജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ലാഭനഷ്ടത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നീ യുദ്ധം ചെയ്യൂ. അതിലൂടെ നിനക്ക് പാപം കിട്ടത്തില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അർജുന് ഒരു പ്രചോദനം ഉള്ളിൽ നിന്ന് ലഭിച്ചു. ഉള്ളിലുള്ള എല്ലാ ഭയവും ഏകദേശം മാറിത്തുടങ്ങി.
എന്നാൽ അർജുന് ബോധ്യപ്പെട്ടു യുദ്ധം ചെയ്തില്ലെങ്കിലായിരിക്കും അത് പാപമെന്ന്. പിന്നെ ഭഗവാൻ തുടർന്നു, കുന്തിപുത്ര, ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഇനി ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫലത്തിനോട് ആസക്തി ഇല്ലാതെ നിനക്ക് എങ്ങനെ യുദ്ധം ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, നീ അത് കേൾക്കുന്നു. അതിലൂടെ നിനക്ക് എങ്ങനെ കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നത് നീ കേൾക്കുന്നു. അതിലൂടെ നിനക്ക് മോക്ഷം ലഭിക്കും. അതായത് നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിനക്ക് പാപം കിട്ടും, യുദ്ധം ചെയ്താൽ പുണ്യം കിട്ടും. പക്ഷെ ഈ പാപത്തിനും പുണ്യത്തിനും അപ്പുറത്ത് വരെ നിനക്ക് പോകാൻ കഴിയും യുദ്ധം ചെയ്യുന്നതിലൂടെ. ആ വഴിയെക്കുറിച്ച് നീ കേൾക്കൂ, കർമ്മയോഗത്തിൻ്റെ വഴി. അതിലൂടെ നീ യുദ്ധം ചെയ്യുമ്പോൾ നിനക്ക് കർമ്മബന്ധനങ്ങൾ ഒട്ടും ലഭിക്കത്തില്ല. പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും നീ ചിന്തിക്കേണ്ടത് നിനക്ക് നേരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താം. അങ്ങനെയുള്ള വ്യക്തികൾ പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ്റെ സേവ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അവർ ആരാണോ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് അവരെപ്പോഴും ദുരിതത്തിൽ ആണ്ടുപോകുന്നുള്ളതാണ്. ഒരു മിനിറ്റ്. അന്നേരം ആദ്യം ഭഗവാൻ അർജുനോട് പറഞ്ഞു, പാപത്തെക്കുറിച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ല. നീ യുദ്ധം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിനക്ക് പാപം ലഭിക്കുന്നത്. ഇനി ഈ പാപത്തിനും അപ്പുറത്തായിട്ട്, പാപം പുണ്യത്തിനും അപ്പുറത്തായിട്ട് നിനക്ക് മോക്ഷം വരെ ലഭിക്കും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അന്നേരം ഇവിടെ ഭഗവാൻ പറഞ്ഞു, അധികം ബുദ്ധിയില്ലാത്ത വ്യക്തികളാണ് വേദങ്ങളുടെ സുഖഭോഗങ്ങളിൽ മഗ്നരായി വരുന്ന വ്യക്തികൾ. അവർ ഇന്ദ്രിയ ആസ്വാദനത്തിനെയും അധികാരത്തെയും ശക്തിയെയുമാണ് പരമലക്ഷ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ആസ്വാദനത്തിന് വേണ്ടി അവർ പല പല ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നു. നീ അങ്ങനെയല്ല നീ പ്രവർത്തിക്കേണ്ടത് പാർത്ഥ. സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നീ മുക്തനായി നീ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവിധ ചിന്തകളെ മാറ്റിവെച്ച് ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ സുരക്ഷിതത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നീ പ്രവർത്തിക്കൂ, ആസക്തിയില്ലാതെ പ്രവർത്തിക്കൂ. അന്നേരം അർജുന് മനസ്സിലായി, ആദ്യം അർജുൻ പറഞ്ഞതെല്ലാം ഭൗതിക സുഖത്തിന് വേണ്ടിയായിരുന്നു. അത് എൻ്റെ ബന്ധുക്കൾ അടുത്ത് വേണം, എനിക്ക് പാപം ലഭിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അർജുൻ പറഞ്ഞത്. പക്ഷേ അർജുനൻ വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ പറഞ്ഞെങ്കിലും അത് വേദങ്ങളുടെ താഴ്ന്ന തട്ടമാണെന്ന് മനസ്സിലായി. അതിന് ഉയർന്നൊരു തട്ടമുണ്ട്, അതിലേക്കാണ് ഞാൻ ലക്ഷ്യമാക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞത് അർജുനന് മനസ്സിലായി. ഭഗവാൻ വീണ്ടും പറഞ്ഞു, വേദങ്ങൾ ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള വഴികൾ പറഞ്ഞു തരുന്നു. പക്ഷെ യഥാർത്ഥ വേദങ്ങളുടെ ലക്ഷ്യം അതല്ല അർജുന. അതിന് ഭഗവാൻ ഒരു ഉദാഹരണം നൽകി. ഒരു വ്യക്തിക്ക് നദിയുടെ അടുത്ത് പോയി വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ ചെറിയ കിണറിൻ്റെ ആവശ്യവും ചെറിയ കുളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആസക്തിയില്ലാതെ നീ പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ നിനക്ക് നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഫലത്തെ കാംക്ഷിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യം? നീ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ ഫലമാണ്. അന്നേരം നീ ഇങ്ങനെ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ നിന്റെ കർമ്മബന്ധനങ്ങളും തീരുകയാണ്. അതുകൊണ്ട് നീ എന്നെന്നും ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദത്തിലേക്ക് നീ ജീവിക്കാൻ കഴിയും. പരമോന്നതമായ ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയും. ജനന മരണ ചക്രത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. നിനക്ക് ഈ ലോകത്തിലെ ഒരു സുഖങ്ങളോടും താല്പര്യം തോന്നത്തില്ല. നീ എന്നും ആത്മീയ സുഖത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് ഭഗവാൻ പറയാം. അപ്പോൾ ഉടനെ അർജുൻ ചോദിച്ചു, അങ്ങനെ
ഈ സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ പറഞ്ഞു, അങ്ങനെയുള്ള വ്യക്തികൾ ഒരു തരത്തിലുള്ള ഇന്ദ്രിയ ആസ്വാദനങ്ങളിലും താല്പര്യം കാണിക്കത്തില്ല പാർത്ഥ. ആ വ്യക്തി എപ്പോഴും സ്വയത്തിൽ സന്തുഷ്ടനായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഒരു തരത്തിലുള്ള ദുരിതത്തിലും വിഷമിക്കാറില്ല, ഒരു തരത്തിലുള്ള സുഖത്തിലും സുഖിക്കാറുമില്ല. അദ്ദേഹത്തിന് ആസക്തി കാണത്തില്ല, ഭയം കാണത്തില്ല, ക്രോധം കാണത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്നും മുക്തനായിരിക്കും. ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്ദ്രിയ ആഗ്രഹങ്ങളൊക്കെ വരുമെങ്കിലും ആ വ്യക്തിയുടെ മനസ്സ് പരമോന്നതനായ ഈശ്വരനിൽ നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് ആ വ്യക്തി എപ്പോഴും ശാന്തനായിട്ടിരിക്കും. ആ വ്യക്തി ഒരിക്കലും ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കാറില്ല. അങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ചിന്ത നല്ല പരിശീലനമുള്ള യോഗിയുടെ മനസ്സിനെ പോലും വഴിതെറ്റിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും മുക്തനായിട്ടിരിക്കും. അത്രത്തോളം ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായതുകൊണ്ട് ആ വ്യക്തിയുടെ ബുദ്ധി ഒരിക്കലും വഴിതെറ്റാറില്ല, എപ്പോഴും ശാന്തനായിട്ടിരിക്കും. അർജുന, ആരുടെ ഇന്ദ്രിയങ്ങളാണോ നിയന്ത്രണത്തിലല്ലാതെ ഇരിക്കുന്നത് അവർക്കൊരിക്കലും ശാന്തി ലഭിക്കത്തില്ല. ശാന്തി ഇല്ലാതെ ആ വ്യക്തിക്ക് എങ്ങനെയാണ് സുഖത്തിൽ കഴിയാൻ കഴിയുക? ഇത് കേട്ടപ്പോൾ അർജുനന് കൂടുതൽ കൺഫ്യൂഷനായി. കാരണം ഭഗവാൻ ഒരു തരത്തിൽ പറഞ്ഞു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ശാന്തനായിട്ടിരിക്കുക. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ പറയുന്നു യുദ്ധം ചെയ്യുക. അന്നേരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ശാന്തനായിട്ടിരുന്നിട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? അന്നേരം അർജുൻ പറഞ്ഞു, കേശവ, അങ്ങ് പറയുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആസക്തി ഇല്ലാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന്. പക്ഷേ പിന്നെ എന്തിനാണ് അങ്ങ് എന്നെ ഈ ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത്? കാരണം യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്തായാലും ജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യണ്ടേ? അങ്ങയുടെ നിർദ്ദേശങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ, അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, മോക്ഷത്തിനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന് ത്യാഗത്തിൻ്റെ വഴിയും ഒന്ന് അറിവിൻ്റെ വഴിയും. ഒന്ന് ത്യാഗത്തിൻ്റെയും അറിവിൻ്റെയും വഴി, ത്യാഗത്തിലൂടെ അറിവ് ശേഖരിക്കുന്നതിൻ്റെ വഴി. പക്ഷെ വേറൊരു വഴി ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുന്ന വഴിയാണ്. ഒരു വ്യക്തി ത്യജിക്കുന്നതിലൂടെ മാത്രം പരമോന്നത സിദ്ധി ലഭിക്കുകയില്ല. കാരണം ആ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ചതുകൊണ്ട് മാത്രം കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെന്നില്ല. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. കാരണം മനസ്സിൽ പോലും ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോവുകയാണ്. അതായത് ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല എങ്കിലും മനസ്സ് ഇന്ദ്രിയ സുഖങ്ങളിൽ മഗ്നനായിട്ടിരിക്കുന്നത് നിരർത്ഥകമാണ് അർജുന. അത് കാപട്യം മാത്രമാണ്. അതുകൊണ്ട് അതിന് പകരം ഒരു വ്യക്തി ആ വ്യക്തിയുടെ ബുദ്ധിയെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് ആസക്തിയില്ലാതെ പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും ഉചിതം. അതായത് ഭഗവാൻ പറയുന്നു, എല്ലാം പരിത്യജിക്കുന്നതിനെ കാട്ടി ആസക്തിയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം പുറമെ എല്ലാം ത്യജിച്ചാലും ഉള്ളിൽ ആ ചിന്തകളിൽ മഗ്നനായിട്ടിരിക്കുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ അർജുൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഞാൻ യുദ്ധമെല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിലും എൻ്റെ മനസ്സ് വീണ്ടും യുദ്ധത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയാലും വീണ്ടും ദുര്യോധനെക്കുറിച്ചും ദുര്യോധൻ ചെയ്ത പാപ പ്രവർത്തികളെക്കുറിച്ചും ചിന്തിക്കും. യുധിഷ്ഠിരന് എല്ലാം നഷ്ടപ്പെട്ടു എന്നും ചിന്തിക്കും. അതുകൊണ്ട് വീണ്ടും എന്തായാലും യുദ്ധത്തിന് വേണ്ടി പ്രേരിതനാകും. അപ്പോൾ അർജുന് മനസ്സിലായി ഭഗവാൻ പറഞ്ഞത് ശരിയാണ്.
കാരണം ഞാൻ എല്ലാം ത്യജിച്ചിട്ട് പോയാലും ഉള്ളിൽ ആസക്തി ഉണ്ടായതുകൊണ്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാകും. അതുകൊണ്ട് ആസക്തി ഇല്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യാം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കുന്തിപുത്ര, നീ നിന്റെ പ്രവൃത്തിയെ ഒരു യജ്ഞമാക്കി മാറ്റൂ. നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാതെ സർവേശ്വരനായ വിഷ്ണുവിന് വേണ്ടി യുദ്ധം ചെയ്യൂ. ഇതിനെയാണ് ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നീ ആസക്തനാവും. പക്ഷെ നീ ആ പരമോന്നത ഈശ്വരന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അത് ആസക്തിയാകത്തില്ല. നീ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാം ബന്ധനത്തിന് കാരണമാകും. പക്ഷെ നീ ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നീ മോക്ഷത്തിന് കാരണമാകും. ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഭഗവാനാണെന്ന് ഭഗവാൻ പറഞ്ഞില്ല. ഇനി അങ്ങോട്ട് പറയും. അതുകൊണ്ട് നീ ആ പരമോന്നതനായ ഈശ്വരന്റെ സന്തോഷത്തിന് വേണ്ടി നീ പ്രവർത്തിക്കൂ. നിന്റെ പ്രവൃത്തിയെ ഒരു യജ്ഞമാക്കി മാറ്റൂ. അതിലൂടെ നിന്റെ എല്ലാ ആവശ്യകതകളും പൂർത്തീകരിക്കപ്പെടും. അതിൽ മാത്രമല്ല, നിനക്ക് പരമോന്നത ആധ്യാത്മിക പുരോഗതിയും ലഭിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് ഇതിൻ്റെയും ആവശ്യമില്ല. അന്നേരം അർജുൻ ചിന്തിച്ചു, എനിക്ക് അതേപോലെ ആത്മസംതൃപ്തിയിൽ ജീവിക്കാൻ കഴിയുമോ? അതായത് ഭഗവാൻ അർജുനോട് പറഞ്ഞു, നീ ആസക്തിയില്ലാതെ പ്രവർത്തിക്കൂ. പക്ഷെ അതേ സമയത്ത് നീ മനസ്സിലാക്കൂ, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾക്ക് ആസക്തിയില്ലാതെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലെന്ന്. അന്നേരം ഉടനെ അർജുൻ പറഞ്ഞു, ഞാനും അങ്ങനെയായെന്ന് ഞാൻ കരുതിക്കൂട്ടെ. അന്നേരം ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ആസക്തിയില്ലാത്ത വ്യക്തിക്ക് ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രവർത്തിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. എത്ര പേർക്ക് മനസ്സിലായി? അർജുൻ വിചാരിച്ചു, ശരി, ഞാനും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിയെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്നോട്ടെ. അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന, യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ അവർ ഒന്നും ചെയ്യാതിരിക്കത്തുമില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളും മറ്റുള്ളവർക്ക് പ്രേരണ നൽകാനായിട്ടും പ്രചോദനം നൽകാനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനായിട്ട്. കാരണം സാധാരണ വ്യക്തികൾ എപ്പോഴും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉടനെ അർജുൻ, അത് ശരി, എങ്കിൽ കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അർജുൻ ചിന്തിക്കാൻ തുടങ്ങി. ഭഗവാൻ എല്ലാവരുടെയും നായകനാണ്. ഭഗവാൻ സ്വന്തം കർത്തവ്യത്തെ ഒരിക്കലും ത്യജിക്കാറില്ല. ഭഗവാൻ ഈ ലോകത്തിൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ചെയ്യാതിരിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും ഭഗവാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനക മഹാരാജാവിൻ്റെ ഉദാഹരണം നൽകി. ഏറ്റവും വലിയ ആധ്യാത്മിക അവസ്ഥയിലിരിക്കുന്ന അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഭഗവാൻ സ്വന്തം കാര്യം പറഞ്ഞു, എൻ്റെ കാര്യം നോക്കൂ അർജുന, പാർത്ഥ. എൻ്റെ യഥാർത്ഥ അസ്തിത്വം നിനക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണ്. എനിക്ക് ഈ ലോകത്ത് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് പ്രേരണയാകാൻ വേണ്ടി. അപ്പോൾ അർജുൻ വീണ്ടും ആഴത്തിൽ ചിന്തിച്ചു, ശരിയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തീർച്ചയായിട്ടും ഭഗവാനാണ്. പക്ഷെ എന്നിട്ടും ഗൃഹസ്ഥ കർത്തവ്യങ്ങളും രാജകീയ കർത്തവ്യങ്ങളും എല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, ആരാണോ സത്യത്തെ അറിഞ്ഞിരിക്കുന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ട് ഭൗതിക പ്രവൃത്തി ഇന്ദ്രിയാസ്വാദനത്താൽ പ്രേരിതമായ പ്രവൃത്തിയും ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഭഗവാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഈശ്വരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യൂ.
നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് ചിന്തിക്കാതെ, നീ നിന്റേതായിട്ടുള്ള അധികാരത്തെക്കുറിച്ചും ആധിപത്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ അലസതകളൊക്കെ മാറ്റിവെച്ചിട്ട് നീ എൻ്റെ നിർദ്ദേശപ്രകാരം എന്നിൽ വിശ്വസിച്ചുകൊണ്ട് പരമോന്നത മോക്ഷത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യും. ആരാണോ എൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നത് അവർക്ക് മോക്ഷം ലഭിക്കും. ആരാണോ എൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നത് അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. അവർക്ക് ഈ ലോകത്തിലോ അടുത്ത ജന്മത്തിലോ ഒരിക്കലും സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കത്തില്ല. ഇത് കേട്ടപ്പോൾ അർജുന് കൂടുതൽ കൺവിക്ഷൻ വന്നു, കുറച്ചും കൂടെ വിശ്വാസം വന്നു. ശരിയാ, എൻ്റെ കൂട്ടുകാരൻ സാധാരണ വ്യക്തിയല്ല എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എപ്പോഴും കൃഷ്ണന്റെ സംരക്ഷണത്തിലാണ് നമ്മൾ ഇത്രയും അവസ്ഥ വരെ എത്തിയത്. അന്നേരം അർജുൻ ചിന്തിച്ചു, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്? പിന്നെന്താ ചില വ്യക്തികൾ കൃഷ്ണൻ പറയുന്നത് കേൾക്കാത്തത് എന്ന് അർജുൻ്റെ ഉള്ളിൽ സംശയം വന്നു. അർജുൻ ചോദിച്ചു, ഭഗവാനെ, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ധർമ്മം പാലിക്കാത്തത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവരുടെ ഉള്ളിൽ കാമം നിറയുന്നു അർജുന. കാമമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു. ഇന്ദ്രിയ വിഷയത്തിനോടുള്ള അമിതമായ അഭിനിവേശം കാരണം അവർ പാപപ്രവർത്തികളിൽ ഏർപ്പെടുന്നു. അതിൻ്റെ പരിണാമ ഫലം എന്തായിരിക്കും അവർ ചിന്തിക്കുന്നില്ല. ഇനി കാമമാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും സംതൃപ്തമാകത്തില്ല. അത് അഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാമത്തിന് ആരെങ്കിലും തടസ്സം നിന്നാൽ ഉടനെ അത് ക്രോധമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു വ്യക്തി കാമത്താൽ ഭ്രാന്താവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അർജുന. അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അറിവിൻ്റെയും ഏറ്റവും വലിയ ശത്രുവാണ് കാമം. ഇനി ഞാൻ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും ജീവിതം ഒരു യജ്ഞമാക്കേണ്ടത് എങ്ങനെയാണ് എന്നും പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയാം. ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഈ അറിവ് വളരെ പുരാതനമായിട്ടുള്ള ഒരു അറിവാണ്. ഇത് ഞാൻ ആദ്യം വിവസ്വാന് പറഞ്ഞു കൊടുത്തതാണ് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ. ഇത് കേട്ടിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ വിവസ്വാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തോന്നോ? ഇതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ? കാരണം അങ്ങ് ഇപ്പോഴല്ലേ ജനിച്ചത്. അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന, ഞാനും നീയും അസംഖ്യം ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. അതെല്ലാം എനിക്ക് ഓർക്കാൻ കഴിയും, പക്ഷെ നിനക്കത് ഓർമ്മ കാണത്തില്ല. അപ്പോൾ അർജുൻ, അതെങ്ങനെയാ കൃഷ്ണ? എനിക്ക് ഓർമ്മ കാണാത്ത അങ്ങേക്ക് ഓർമ്മയുണ്ട്? ഞാനൊരു സാധാരണ വ്യക്തിയല്ല. എൻ്റെ ശരീരം ജഡപദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതല്ല. എൻ്റെ ശരീരം അതീന്ദ്രിയമാണ്. എൻ്റെ ശരീരത്തിന് നാശമില്ല. ഞാൻ ഓരോ സമയത്ത് വരുമ്പോഴും ഞാൻ ജനിക്കുന്നതായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷേ എനിക്ക് ജനനവും ഇല്ല, മരണവും ഇല്ല. ഞാൻ അവതരിക്കുന്നതാണ്. ഞാൻ ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട്, അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് പാർത്ഥ ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കാറുണ്ട്. അതിലൂടെ ഞാൻ സാധുജനങ്ങളെ സംരക്ഷിക്കും, ദുഷ്ടന്മാരെ നിഗ്രഹിക്കും. ഈ സത്യത്തെ ആരാണോ തിരിച്ചറിയുന്നത് അവർക്കും വീണ്ടും ജനിക്കേണ്ടി വരത്തില്ല. ആരാണോ എന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് അവർ എല്ലാവിധ ആസക്തിയിൽ നിന്നും, ഭയത്തിൽ നിന്നും, ക്രോധത്തിൽ നിന്നും മുക്തരായി എന്നോടുള്ള പരിശുദ്ധ പ്രേമത്തിൽ ലയിക്കും. അവർക്ക് എന്നിൽ എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം അനുഗ്രഹം ഞാൻ അവർക്ക് കൊടുക്കും. ആർക്കും എൻ്റെ അടുത്തേക്ക് വരാം എന്ന് ഭഗവാൻ പറയാം. ഭഗവാൻ പറഞ്ഞു, എല്ലാവരുടെയും ഭൗതിക ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഭഗവാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആസ്വാദനമാണെങ്കിലും ഭഗവത് പ്രേമമാണെങ്കിലും. പക്ഷെ എന്നാലും ഭഗവാൻ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യമില്ല. ഓരോ വ്യക്തികളുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ
തിരിച്ചനുഗ്രഹം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ സ്വയം ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നു. ഇതാരും മനസ്സിലാക്കുന്നു, ഇത് ആരൊക്കെ മനസ്സിലാക്കിയോ അവർക്കെല്ലാം മോക്ഷം ലഭിച്ചു. അവരെല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ചു, അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചു. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവർക്ക് എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. പക്ഷെ ആരാണോ സ്വന്തം കർത്തവ്യങ്ങളെ പരിത്യജിക്കുന്നത്, പ്രത്യേകിച്ച് അത് ഭഗവാന്റെ സേവനമാകുമ്പോൾ, അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഭഗവാൻ പറഞ്ഞു, സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്താലും അത് ആസക്തി മൂലമോ അല്ലെങ്കിൽ ദ്വേഷം മൂലമാണെങ്കിലും അതെപ്പോഴും കർമ്മബന്ധനത്തിന് കാരണമാകും. പക്ഷെ ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് സ്വീകരിച്ചാലും എന്ത് ത്യജിച്ചാലും അതെപ്പോഴും മോക്ഷത്തിന് കാരണമാകും. ഇതെല്ലാം കേട്ടിട്ട് പല പല യജ്ഞങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള യജ്ഞങ്ങളും അതീന്ദ്രിയ ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മൾ ഈശ്വരൻ്റെ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കണം എല്ലാ പ്രവൃത്തികളും. പരമോന്നതമായിട്ടുള്ള സിദ്ധി ഇതാണ്. ആ ഒരു സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ കർമ്മബന്ധനങ്ങളും ചുട്ട് ചാമ്പലാവും. ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ഒരു കർമ്മബന്ധനങ്ങളും ബാധിക്കത്തില്ല. നിന്റെ ഉള്ളിൽ അജ്ഞാനത്താലാണ് അർജുന ഈ സംശയങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് ജ്ഞാനമാകുന്ന വാളുപയോഗിച്ച് നിന്റെ അജ്ഞാനത്തെയൊക്കെ ഛേദിക്കൂ, എഴുന്നേക്കൂ, യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ലാഭമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അർജുനന് മനസ്സിലായി, ഇതാണ് യഥാർത്ഥ വിരക്തി. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പരമോന്നത മോക്ഷവും പരമോന്നത വിരക്തി. ഭഗവാൻ പറഞ്ഞു, ആ ഒരു അവബോധത്തിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതിലൂടെ സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവർ സമാധിയിലാണ്. ഇതാണ് പരമോന്നതമായിട്ടുള്ള യോഗ പരിശീലനം. ഏറ്റവും വലിയ ധ്യാനം ഇത് തന്നെയാണ്. അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള യോഗാനുഷ്ഠാനം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പമാർഗം. കാരണം വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുക എന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിലൂടെ ലഭിക്കുന്ന നേട്ടവും ഇത്രത്തോളം പരമോന്നതമല്ല. ഇതെല്ലാം കേട്ടപ്പോൾ അർജുൻ ഒരുപാട് ആശ്വാസമായി. അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നീ എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യ്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യ്. ഭഗവാൻ പറഞ്ഞു, ഈ ഒരു പ്രവൃത്തിയിൽ നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഫലം നിനക്ക് അടുത്ത ജന്മത്തിലും കിട്ടും. അടുത്ത ജന്മത്തിലും നീ എവിടെ നിർത്തിയോ അവിടുന്ന് തുടരാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും പരമോന്നതമായിട്ടുള്ള യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാസമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് കൂടുതൽ വ്യക്തമായിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുന, യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് എല്ലാവരും എപ്പോഴും ഓർക്കേണ്ടത്. എന്നെക്കാട്ടിയും വലുതായിട്ടൊരു സത്യം ഈ ലോകത്തിലില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളും എന്നിൽ തന്നെ നിലനിൽക്കുകയാണ്. ഒരു മുത്തുമാലയിൽ എങ്ങനെയാണ് മുത്തുകൾ കോർത്തു വെച്ചിരിക്കുന്ന ഒരു നൂലിൽ, അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഞാനാകുന്ന നൂലിൽ കോർത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഭൗതിക സുഖഭോഗങ്ങളാൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് എന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഞാൻ എല്ലാ തരത്തിലുള്ള ഭൗതിക പ്രകൃതിക്കും അപ്പുറത്താണ്. ഈ ലോകത്തിനോട്,
ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതിനപ്പുറത്തായിട്ടിരിക്കുന്ന എന്നെ അവർക്കൊരിക്കലും അറിയാൻ കഴിയില്ല. പക്ഷേ ആരാണോ എന്നെ ആശ്രയിക്കുന്നത് അവർക്ക് ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അവരുടെ ഉള്ളിൽ ആ സാക്ഷാത്കാരങ്ങളെ കൊണ്ട് നിറയ്ക്കും. അതിലൂടെ അവർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും. പല പല ജന്മങ്ങളെടുത്ത് അവർ എന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ പല പല ജന്മങ്ങളുടെ ആ ഒരു പ്രവൃത്തി, ആ ഒരു തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തെ കണ്ടുകൊണ്ട് എന്നെ മനസ്സിലാക്കാനുള്ള അവസരം ഞാൻ അവർക്ക് നൽകുന്നു. പക്ഷെ അങ്ങനെയുള്ള ജീവാത്മാക്കൾ വളരെ കുറവാണ് ഈ ലോകത്തിൽ. ഇത്രത്തോളം ഉയർന്ന അവബോധത്തിൽ ബുദ്ധിയിൽ എത്താത്ത വ്യക്തികൾ മറ്റ് ദേവന്മാരെ ആരാധിച്ച് അവരെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നു. അതിലും മൂഢരായിട്ടുള്ള വ്യക്തികൾ നിരാകാര ആരാധനയിൽ മഗ്നരായിട്ടിരിക്കുന്നു. കാരണം അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭൗതിക ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള മൂഢരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ആധാരമെന്നും എല്ലാ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം ഞാനാണെന്നും അവർക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് അർജുൻ ഒരുപാട് പ്രചോദനം ലഭിച്ചു. ഇത്രയും കാലവും അർജുനെ സ്വന്തം സംരക്ഷകനും സുഹൃത്തും എന്നുമാണ് കരുതിയിരുന്നത്. പക്ഷേ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പരമോന്നത ലക്ഷ്യമാണെന്ന് ഇപ്പോഴാണ് അർജുൻ മനസ്സിലാക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും ലഭിക്കാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മരണസമയത്ത് എന്നെ സ്മരിക്കുക എന്നതാണ്. അന്തേ നാരായണ സ്മൃതി. ജീവിതാന്ത്യ വേളയിൽ ഒരു വ്യക്തിക്ക് എന്നെ സ്മരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള വിജയം. അതിലൂടെ ആ വ്യക്തിക്ക് എൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പക്ഷെ അർജുന, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് രോമാഞ്ചം കൊണ്ട് അർജുനൻ ഉത്സാഹത്തോടുകൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അർജുൻ ചോദിക്കുകയാണ്, അങ്ങേ എപ്പോഴും സ്മരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഭഗവാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം അർജുന, ഇത് അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവാണ്, ഏറ്റവും വലിയ രഹസ്യമാണ്, പരമോന്നതമായിട്ടുള്ള ധർമ്മം ഇത് തന്നെയാണ്. അതിതാണ്, നീ കേൾക്കൂ. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരേ ഒരു കർത്തവ്യമേ ഉള്ളൂ, എന്നെ ആരാധിക്കുക എന്നത്, എൻ്റെ സേവനം ചെയ്യുക, എന്നെ സ്നേഹിക്കുക എന്നത് മാത്രമേ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള ഒരേ ഒരു കർത്തവ്യം. പക്ഷെ മൂഢരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പരമസത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ വിചാരിക്കുന്നു ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന്. അവർക്ക് എൻ്റെ അതീന്ദ്രിയ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ സദാസമയവും എൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും, എൻ്റെ നാമം ജപിക്കും, എൻ്റെ കീർത്തികൾ ആലപിച്ചും എനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ച് എനിക്ക് വേണ്ടി തുടർച്ചയായിട്ട് ഉറച്ച തീരുമാനത്തോടുകൂടി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരെപ്പോഴും എൻ്റെ മുമ്പിൽ നമസ്കരിക്കും, എന്നെ ആരാധിക്കും, ഹൃദയാംഗതമായിട്ട് എന്നെ സ്നേഹിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ സ്വയം അവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അവർ സ്നേഹത്താൽ എനിക്കൊരു ഇല നൽകിയാലും, ഒരു പുഷ്പം നൽകിയാലും, ഒരു പഴം നൽകിയാലും, കുറച്ച് വെള്ളം നൽകിയാൽ പോലും ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അതുകൊണ്ട് അർജുന, നീ എന്തൊക്കെ ചെയ്യുന്നുവോ അത് എനിക്ക് വേണ്ടി ചെയ്യുക. കുന്തിപുത്ര, അതിലൂടെ നീ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കും. നിന്റെ മനസ്സിനെ സദാസമയവും എൻ്റെ ചിന്തകളിൽ മഗ്നനാക്കുക, എൻ്റെ ഭക്തനാകുക, എൻ്റെ മുമ്പിൽ നമസ്കരിക്കുക, എന്നെ ആരാധിക്കുക. അങ്ങനെ നീ എന്നിൽ തന്നെ മഗ്നനായിരിക്കുമ്പോൾ നീ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് എത്തും.
ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പരമോന്നത ലക്ഷ്യമായ എൻ്റെ അടുത്തേക്ക് നിനക്ക് എത്താൻ കഴിയും. ഇതെല്ലാം കേട്ടപ്പോൾ അർജുനാകെ സ്തംഭിച്ചിരിക്കും. അർജുൻ കൃഷ്ണനെ ആശ്ചര്യത്തോടു കൂടിയും പ്രേമത്തോടു കൂടിയും നോക്കുകയാണ്. അർജുൻ ചിന്തിക്കുകയാണ്, ആ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണല്ലോ എൻ്റെ സാരഥിയായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തന് വേണ്ടി ഒരു സാരഥിയാകാനും തയ്യാറായല്ലോ. കൃഷ്ണനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് അർജുനൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ആര് കണ്ടാലും കൃഷ്ണനെ തെറ്റിദ്ധരിക്കുമല്ലോ. സാക്ഷാൽ ഭഗവാൻ ഒരു സാരഥിയാകാൻ കഴിയുമോ എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ആർക്കാണ് ഇദ്ദേഹത്തിന്റെ ആ പരമോന്നതമായിട്ടുള്ള ഐശ്വര്യത്തെ മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ അർജുന്റെ ആ സംശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ പറയുന്നു, അർജുന, എൻ്റെ ഭക്തർക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയൂ. വേറെ ആർക്കും ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നീ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു നൽകുന്നത്, അതുകൊണ്ട് മാത്രമാണ് നിനക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവന്മാർക്കോ ഋഷിമാർക്കോ ആർക്കും എന്നെ പരിപൂർണമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഉദ്ഭവമാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ഭവം ഞാനാണ്. ഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള എല്ലാത്തിൻ്റെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആരാണോ ഇത് മനസ്സിലാക്കിയത്, ഈ പരമസത്യത്തെ തിരിച്ചറിഞ്ഞത്, അവരെപ്പോഴും എൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ചിന്തകൾ സദാസമയം എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കും. അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്നെക്കുറിച്ച് സംസാരിക്കുന്നതിലായിരിക്കും. അങ്ങനെ സദാസമയവും എൻ്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട്, എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ അടുത്ത് എത്താനുള്ള വഴി ഞാൻ തുറന്നു കൊടുക്കും. അറിവാകുന്ന ദീപത്തെ തെളിച്ച് അവരുടെ ഉള്ളിലെ എല്ലാ അജ്ഞാനത്തെയും ഞാൻ അകറ്റും. ഇത് കേട്ടതോടുകൂടി അർജുന് കൃഷ്ണന്റെ സ്ഥാനത്തെക്കുറിച്ച് ഒരു സംശയമില്ല. കാരണം ഭഗവാൻ പറയുമ്പോൾ തന്നെ അർജുൻ അത് അനുഭവിച്ചറിയായിരുന്നു. ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ ഐശ്വര്യവും. എത്രയോ ഋഷിമാർ ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിച്ചിരിക്കുന്നു. അതെല്ലാം ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അർജുന്. അർജുൻ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കൈകൂപ്പി മുട്ടുകുത്തി പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പരബ്രഹ്മമാണ്, പരമോന്നത ധാമമാണ്, അങ്ങ് പരമസത്യമാണ്, അങ്ങ് ജന്മരഹിതനാണ്, ശാശ്വതനാണ്, അതീന്ദ്രിയനാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് അങ്ങ്. എല്ലാ ഐശ്വര്യത്തിന്റെ ഉറവിടമാണ്. ഇത് എത്രയോ ഋഷിമാർ എന്നോട് പറഞ്ഞിരിക്കുന്നു. നാരദ മഹർഷി, അസിത ഋഷി, ദേവനൻ, വ്യാസ മഹർഷി. ഇത് അങ്ങ് സ്വയം ഇപ്പം എന്നോട് അത് പറയുന്നു. കൃഷ്ണ, ഇതെല്ലാം പരമസത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും അങ്ങേ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങേക്ക് മാത്രമേ അങ്ങ് ആരാണെന്ന് അറിയുകയുള്ളൂ. അങ്ങ് ഈശ്വരൻ്റെയും ഈശ്വരനാണ്, ദേവന്മാരുടെയും ദേവനാണ്, അങ്ങ് ജഗന്നാഥനാണ്. ഉള്ളിൽ ഭഗവാനോടുള്ള ആ പ്രേമം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ അർജുൻ എത്ര കേട്ടിട്ടും മതിയായില്ല. അതുകൊണ്ട് അർജുൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങയെക്കുറിച്ച് ഇനിയും വിശദമായിട്ട് അങ്ങ് പറയൂ. അങ്ങ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നെനിക്ക് പറഞ്ഞു കേൾക്കൂ. അങ്ങയെ എങ്ങനെയാണ് ഓർക്കേണ്ടത്, അങ്ങയെ എങ്ങനെയാണ് അറിയേണ്ടത്, അങ്ങയുടെ സിദ്ധികളെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു നൽകൂ. കാരണം അങ്ങയെക്കുറിച്ച് എത്ര കേട്ടാലും എനിക്ക് മതിയാകുന്നില്ല. അങ്ങയെക്കുറിച്ചുള്ള ആ അമൃതത്തെ ഞാൻ ഇനിയും രുചിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, എൻ്റെ ഐശ്വര്യങ്ങൾ, ശക്തികൾ അനന്തമാണ്. അത് ഒരിക്കലും വർണ്ണിച്ച് തീർക്കാൻ കഴിയില്ല. പക്ഷേ
അതിൻ്റെ പ്രധാനപ്പെട്ട വിഭൂതികളെക്കുറിച്ച് മാത്രം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഭഗവാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഞാൻ തന്നെയാണ്. എല്ലാത്തിൻ്റെയും തുടക്കവും അന്ത്യവും മധ്യവും എല്ലാം ഞാൻ തന്നെയാണ്. അത് പക്ഷേ പ്രധാനമായിട്ടുള്ള ചില വിഭൂതികളെക്കുറിച്ച് ഞാൻ പറയാം. അതിലൂടെ നിനക്ക് എന്നെ ഓർക്കാൻ കഴിയും. ദേവന്മാരിൽ ഞാൻ വിഷ്ണുവാണ്, ഗ്രഹങ്ങളിൽ ഞാൻ സൂര്യനാണ്, രുദ്രന്മാരിൽ ഞാൻ ശിവനാണ്, പർവ്വതങ്ങളിൽ ഞാൻ സുമേരു. ഇങ്ങനെ പല പല രീതിയിലും ഭഗവാനെ വർണ്ണിക്കുകയാണ്. അർജുന, നീ കാണുന്ന സർവ്വതിലും ഞാനുണ്ട്. അവസാനം ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായിട്ടും ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും തേജസ്വിയായിട്ടും നീ എന്തൊക്കെ കാണുന്നോ അതിലൊക്കെ എൻ്റെ സാന്നിധ്യമുണ്ട് അർജുന. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ട അർജുന? ഈ എൻ്റെ വെറും ഒരു അംശം കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത്. ഇത് കേട്ടപ്പോൾ അർജുൻ്റെ കണ്ണീന്ന് തുടർച്ചയായിട്ട് കണ്ണീരൊഴുകാൻ തുടങ്ങി. അർജുൻ ചിന്തിച്ചു, ഞാൻ കൃഷ്ണനുമായിട്ട് എപ്പോഴും കളിക്കുമായിരുന്നു, കൃഷ്ണനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്നിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങേ അറിയാതെ ഞാൻ അങ്ങേ ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടു. ആ വ്യാമോഹം എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അങ്ങ് പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കിതൊക്കെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ സർവശക്തികളാലും സർവ ഐശ്വര്യങ്ങളാലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിട്ട് അങ്ങ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അത് കാണാനുള്ള യോഗ്യത എനിക്കുണ്ടെങ്കിൽ കൃഷ്ണ എനിക്കൊന്നു കാണിച്ചു തരൂ. ഭഗവാൻ അർജുന്റെ അഭ്യർത്ഥന സ്വീകരിച്ചു. ഭഗവാൻ പറഞ്ഞു, അർജുന, എൻ്റെ എല്ലാ ശക്തികളെയും നീ കാണൂ കുന്തിപുത്ര. ഇവിടെ കോടാനുകോടി രൂപങ്ങളെ നിനക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട അർജുന, ഇത് നിനക്ക് സാധാരണ രീതിയിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി നൽകുകയാണ്. നിന്റെ ഈ ചർമ്മചക്ഷു കൊണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. ഭരതശ്രേഷ്ഠ, ഇനി നിനക്ക് ദിവ്യദൃഷ്ടി ലഭിക്കുകയാണ്. നീ കാണാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തായിട്ടുള്ള കാഴ്ചകൾ നീ ഇനി കാണാൻ പോവുകയാണ്. സർവചരാചരങ്ങളും ഒരേ സ്ഥലത്ത് നീ കാണാൻ പോവുകയാണ്. അങ്ങനെ അർജുനൻ അത്ഭുതത്തോടുകൂടി നോക്കിയപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം അർജുൻ കാണുകയാണ്. ഇതേ വിശ്വരൂപത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു ഭഗവാൻ ഹസ്തിനപുരിയിൽ കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഭഗവാൻ സമ്പൂർണ്ണ വിശ്വരൂപം അർജുന് കാണിക്കുകയാണ്. അസംഖ്യം മുഖങ്ങളും അസംഖ്യം വായകളും അസംഖ്യം കണ്ണുകളും കോടാനുകോടി ആഭരണങ്ങളും കിരീടങ്ങളും കോടാനുകോടി അസ്ത്രങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ അസംഖ്യം രൂപങ്ങൾ, പല പല ദിവ്യ വസ്ത്രങ്ങളാലും ദിവ്യ മാലകളാലും അലങ്കരിച്ച ഭഗവാന്റെ അസംഖ്യം രൂപങ്ങൾ, അതിമനോഹരവും അതിതേജസ്വിയായിട്ടും അനന്തമായി എല്ലാ ദിശകളിലും വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാന്റെ
സർവ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് രൂപം കണ്ടു. കോടാനുകോടി സൂര്യന്മാര് ഒരേ സമയത്ത് എല്ലാ ദിശകളിൽ നിന്നും ഉദിക്കുന്നത് പോലെ തോന്നി. മുകളിൽ നിന്നും താഴെ നിന്നും ഇടത് വലത് മുമ്പിൽ പുറകിൽ എല്ലാ ദിശകളിൽ നിന്നും ഭഗവാൻ ഉദിച്ചു നിൽക്കുന്ന പോലെ തോന്നുകയാണ്. അർജുന്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അർജുൻ സ്തംഭിച്ച് രഥത്തിൽ നിന്ന് വീഴുകയാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ്. അർജുൻ നോക്കിയപ്പം 33 കോടി ദേവന്മാരും നിറഞ്ഞു നിൽക്കുന്നു ഭഗവാന്റെ ഉള്ളിൽ. ബ്രഹ്മദേവൻ, മഹാദേവൻ, എല്ലാ ഋഷിമാര്, സിദ്ധന്മാര്, നാഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രൂപങ്ങളും ഭഗവാന്റെ ഉള്ളിൽ കാണപ്പെട്ടു. സർവ ചരാചരങ്ങളും, എല്ലാ 14 ലോകങ്ങളും, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും, അതിലില്ലാത്തതായിട്ട് വേറൊന്നുമില്ല. ഭഗവാന്റെ ആ രൂപത്തെ കാണാൻ അർജുന് വലിയ ബുദ്ധിമുട്ടായി. അർജുൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് അനന്തനാണ്. അങ്ങയുടെ ഈ രൂപം വളരെ മനോഹരമാണ്. പക്ഷെ അതേസമയത്ത് വളരെ ഭയാനകവുമാണ്. എല്ലാ ദേവന്മാരും ഋഷിമാരും ഭയത്താൽ അങ്ങയെ സ്തുതിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അവർക്കെല്ലാം ഒരുപാട് ഭയം തോന്നുന്നു. ഈ ഭീകര രൂപത്തെ കണ്ടിട്ട് എൻ്റെ മനസ്സിൻ്റെ സമനിലയെല്ലാം തെറ്റുകയാണ്. എൻ്റെ ബുദ്ധിയെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങയുടെ ഈ അസംഖ്യം രൂപങ്ങളെ ഒരേ സമയത്ത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. മരണത്തിനെ പോലെ ഇരിക്കുന്ന അങ്ങയുടെ രൂപത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഈ കുരുക്ഷേത്ര ഭൂമിയിലുള്ള എല്ലാ പടയാളികളും യോദ്ധാക്കളും അങ്ങയുടെ വായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അങ്ങ് എല്ലാ മനുഷ്യരെയും വധിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. എല്ലാവരും അങ്ങയുടെ വായുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. അങ്ങയുടെ വായ് അഗ്നിയെപ്പോലെ ജ്വലിച്ചിരിക്കുകയാണ്. സർവ്വ ചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങയുടെ മുഖത്ത് നിന്ന് തീക്ഷ്ണമായിട്ടൊരു ചൂട് ഞാൻ അനുഭവപ്പെടുന്നു. വിറച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, ദേവന്മാരുടെയും ദേവനാണങ്ങ്, ഈശ്വരന്മാരുടെ ഈശ്വരനാണ്. അങ്ങയുടെ ഈ ഭയാനകമായിട്ടുള്ള രൂപം എന്താണ്? അങ്ങ് ആരാണ്? അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ കാലനാണ് പാർത്ഥ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കാൻ വന്ന കാലശക്തിയാണ്. നീയും നിന്റെ സഹോദരങ്ങളും ഒഴികെ, ബാക്കി കുറച്ചുപേര് ഒഴികെ എല്ലാവരും മരിക്കും. നീ യുദ്ധം ചെയ്താലും ഇല്ലേലും ഇവരെല്ലാം മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യൂ. നീ എൻ്റെ നിമിത്തമായി ഭവിക്കൂ. ഭീഷ്മർ, ദ്രോണർ, കൗരവർ എല്ലാവരും മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഒട്ടും സംഭ്രമിക്കാതെ യുദ്ധം ചെയ്യൂ അർജുന. വിജയം നിനക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. ധൃതരാഷ്ട്രയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സഞ്ജയൻ ഭഗവാന്റെയും അർജുൻ്റെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ട് ധൃതരാഷ്ട്രർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ ഈ ഐശ്വര്യത്തെയൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് ധൃതരാഷ്ട്രർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സഞ്ജയൻ ഭഗവാന്റെ ആ വിശ്വരൂപത്തെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ വിറയ്ക്കാൻ തുടങ്ങി. ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്, ഈ ഭഗവാനെ എൻ്റെ മക്കൾക്ക് എങ്ങനെ നേരിടാൻ കഴിയും? എൻ്റെ മക്കൾ ആരെങ്കിലും രക്ഷപ്പെടുമോ ഈ ഭഗവാന്റെ മുമ്പിൽ? ഭഗവാൻ ഇപ്പോൾ പറയുന്നു, കൗരവ യോദ്ധാക്കൾ എല്ലാവരും മരിക്കുമെന്ന്. ഇത് സത്യമാകുമോ? കൃഷ്ണൻ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? കേട്ടറിവ് വെച്ചപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ ഉള്ളിലാണെന്ന് തോന്നുന്നു. ഹസ്തനപുരിയിൽ ശാന്തിദൂതനായിട്ട് വന്നിട്ട് കൃഷ്ണൻ പരാജയപ്പെട്ടല്ലോ. ചിലപ്പോൾ അതേപോലെ ഈ യുദ്ധത്തിലും കൃഷ്ണൻ പരാജയപ്പെട്ടാലോ? ഇപ്പോഴും ധൃതരാഷ്ട്ര ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അർജുൻ കൃഷ്ണനോട് പറഞ്ഞ ആ കാര്യം. അർജുനന് മനസ്സിലായി ഭഗവാന്റെ ഉദ്ദേശം എന്താണ്.
അർജുൻ പറഞ്ഞു, അങ്ങ് സാധുജനങ്ങളുടെ സംരക്ഷകനാണ്, അസുരന്മാരുടെ അന്തകനുമാണ്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഇത് ആഗ്രഹിക്കുന്നത്. എല്ലാ അസുരന്മാർക്കും ഒരു അന്ത്യം സുനിശ്ചിതമാണ്. എല്ലാവരും യഥാർത്ഥത്തിൽ അങ്ങയാണ് സ്മരിക്കേണ്ടത്. അങ്ങാണ് എല്ലാവരുടെയും പരമോന്നത ലക്ഷ്യം. അങ്ങാണ് യഥാർത്ഥത്തിൽ അറിയേണ്ടവൻ. അങ്ങയാണ് എല്ലാവരും അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഞാൻ എല്ലാ ഭാഗത്തു നിന്നും അങ്ങേ നമസ്കരിക്കുന്നു. ഞാൻ സൗഹൃദത്താൽ അങ്ങേ എൻ്റെ ഒരു സുഹൃത്തായി കണ്ടുകൊണ്ട് പല പ്രാവശ്യവും ഞാൻ അങ്ങേ സ്നേഹത്താൽ തമാശ രൂപത്തിൽ കളിയാക്കി. അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങ് ഇരിക്കുന്ന അതേ കിടക്കയിൽ കിടന്നു, അങ്ങ് ഇരിക്കുന്നിടത്ത് ഇരുന്നു, അങ്ങ് കഴിക്കുന്ന അതേ പാത്രത്തിൽ നിന്ന് ഞാൻ കഴിച്ചു. പക്ഷെ അങ്ങ് ആരാണെന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. അച്യുത, അതിനെല്ലാം എനിക്ക് മാപ്പ് നൽകണമേ. ഒരു അച്ഛൻ എങ്ങനെയാണോ മകൻ്റെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്നത്, ഒരു സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കുന്ന ആളുടെ തെറ്റുകളെല്ലാം എങ്ങനെ പൊറുക്കുന്നോ, അതേപോലെ എനിക്ക് മാപ്പ് നൽകണേ. സഞ്ജയൻ കണ്ണടച്ചു. ആ കണ്ട ദൃശ്യങ്ങളെയൊക്കെ ധ്യാനിക്കാൻ തുടങ്ങി. സഞ്ജയൻ അർജുനെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ ഭയാനകമായിട്ടുള്ള രൂപം കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങയുടെ ചതുർബാഹു രൂപം എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് ഭഗവാൻ പറഞ്ഞു. എൻ്റെ ആധ്യാത്മിക ശക്തിയാൽ നീ ഈ വിശ്വരൂപം കണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ ആരും ഇത് കണ്ടിട്ടില്ല. ഇനി മുന്നോട്ടും ആരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഭീകര രൂപം കണ്ടിട്ട് നീ ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ രൂപത്തെ മാറ്റി എൻ്റെ നാരായണ രൂപത്തെ നീ കണ്ട് ശാന്തനാകുന്നു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ വിശ്വരൂപത്തെ മറച്ചിട്ട് ഭഗവാന്റെ അതിശാന്തമായ നാരായണ രൂപം കാണിക്കുകയാണ്. ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള സുന്ദര രൂപം. അതിനുശേഷം ഭഗവാൻ 2 കൈകളോട് കൂടിയുള്ള രൂപമായിട്ട് മാറുകയാണ്. വീണ്ടും ശ്രീകൃഷ്ണ രൂപമായിട്ട് മാറുകയാണ്. ഈ രൂപത്തിൽ നിന്നാണ് എല്ലാ രൂപങ്ങളും വരുന്നത്. ആ കൃഷ്ണരൂപം കണ്ടപ്പോൾ അർജുന് കൂടുതൽ സന്തോഷം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, അർജുന, എൻ്റെ വിശ്വരൂപം കാണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപമാണ് ഏറ്റവും ദുർലഭമായിട്ടുള്ള കാര്യം. ദേവന്മാരെല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തെ കാണാം. ഈ രൂപമാണ് എൻ്റെ ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഈ ഒരു രൂപം കാണണമെങ്കിൽ പരിശുദ്ധ കൃഷ്ണഭക്തി വേണം. ഭക്തിയിലൂടെ മാത്രമേ എൻ്റെ നിഗൂഢതകളിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയൂ. അങ്ങനെ സഞ്ജയൻ ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുകയാണ്. ഭക്തിയെക്കുറിച്ചും കേൾക്കുകയാണ്, പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് കേൾക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ആരാധിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അതേ സമയത്ത് എൻ്റെ സുന്ദര രൂപത്തെ ആരാധിക്കുന്നവരുമുണ്ട്. ആരാണോ എൻ്റെ സുന്ദര രൂപത്തെ ആരാധിക്കുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. നിർഗുണ നിരാകാര രൂപം എന്നിൽ നിന്ന് വരുന്ന ആ ഊർജം തന്നെയാണ്, ആ ബ്രഹ്മജ്യോതിയാണ് നിർഗുണ നിരാകാര രൂപം. പക്ഷെ ആരാണോ എൻ്റെ പരമോന്നത സുന്ദര രൂപത്തെ ആരാധിക്കുന്നത് അവരാണ് എൻ്റെ ഭക്തർ. അതുകൊണ്ട് അർജുന, നീ എന്നെ ആരാധിക്കൂ. എൻ്റെ ഭക്തരെ ഞാൻ എല്ലാവിധ ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കും. അവസാനം അവർ എൻ്റെ ലോകത്ത് വന്ന് എന്നോടൊപ്പം ജീവിക്കും.
പിന്നെ ഭഗവാൻ ഒരു വ്യക്തി എങ്ങനെയാണ് ക്രമേണ ഭക്തി യോഗത്തിലേക്ക് ഉയരാൻ കഴിയുക, ഇതെല്ലാം ഭഗവാൻ വർണ്ണിച്ചു കൊടുക്കുകയാണ്. പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചു, ബോധത്തെക്കുറിച്ച് പറഞ്ഞു, അറിവ്, ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ വിഷയങ്ങൾ, ഭൗതിക പ്രകൃതി, ഭഗവാൻ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പരമാത്മാവ് എങ്ങനെയാണ്, ഇതെല്ലാം അർജുനന് പറഞ്ഞു കൊടുത്തു. ഇതിൽ നിന്ന് അർജുനന് മനസ്സിലായി, ഓരോ ജീവാത്മാവ് തന്നെയാണ് അവരുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണക്കാരൻ. ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കുന്നുകൊണ്ടാണ് അവർ ഈ ഭൗതിക പ്രകൃതിയിൽ പെട്ടുപോകുന്നത്. പലതരത്തിലുള്ള ഭൗതിക വിഷയങ്ങളിൽ ആസക്തരായി കൂടുതൽ കൂടുതൽ ഭൗതികതയിൽ മുങ്ങി ജീവിക്കുകയാണ്. ഈ ലോകത്തിലെ പല പല രൂപങ്ങളോടും ആകൃഷ്ടരായി ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അങ്ങനെ പല പല ജന്മങ്ങൾ എടുക്കേണ്ടി വരികയാണ്, പല പല യോനികളിലൂടെ, 84 ലക്ഷം ജീവവർഗങ്ങളിലൂടെ. പക്ഷേ ഇതിലൂടെയൊക്കെ പോകുമ്പോഴും പരമാത്മാവ് നിഷ്പക്ഷനായിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അനുമതിയും നൽകിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോഴാണോ നമ്മൾ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ, പ്രചോദനം ഭഗവാൻ നൽകുന്നു. ഭഗവാൻ പറഞ്ഞു, ആരാണോ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കുന്നത്, ആർക്കാണോ പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയുന്നത്, അവർ ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കാൻ യോഗ്യരാണ്. അവരൊരിക്കലും ഈ ലോകത്തിൽ അധപ്പതിക്കത്തില്ല. അവർ ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ടാലും അവർ അതിൽ നിന്നെല്ലാം മുക്തരായിട്ട് ഇരിക്കും. അർജുനന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആത്മാവ് എങ്ങനെയാണ് ഈ ഭൗതികതയിൽ പെട്ടുപോയതെന്ന്. ഭഗവാൻ അതെല്ലാം വിശദമായിട്ട് പറയുകയാണ്. ഈ ഒരു അറിവിലൂടെ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഒരാൾക്ക് മുക്തനാകാൻ കഴിയും. അർജുൻ വീണ്ടും ചോദിച്ചു, കർമ്മബന്ധനത്തിൽ നിന്നും മുക്തരായ വ്യക്തികളുടെ ലക്ഷണം എന്താണ്? അതും ഭഗവാൻ വിശദമായിട്ട് വർണ്ണിക്കുകയാണ്. ഒടുവിൽ ഭഗവാൻ പറഞ്ഞു, ആരാണോ എൻ്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും അവരാണ് യഥാർത്ഥത്തിൽ മുക്തരായിട്ടുള്ള വ്യക്തികൾ. അവരാണ് അതീന്ദ്രിയ അവസ്ഥയിൽ നിലനിൽക്കുന്നവർ. അന്നേരം അർജുനന് മനസ്സിലായി, മോക്ഷം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത് മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തിയും ദ്വേഷത്തിൽ നിന്നും മുക്തനാകുന്നതാ. ഈ ഭൗതിക ലോക വിഷയങ്ങളോടുള്ള ആകർഷണത്തിൽ നിന്നും പിന്മാറി ഈ ഭൗതിക പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് മുക്തി എന്ന് അർജുൻ മനസ്സിലാക്കി. ആ ഒരു ഭാവത്തോടു കൂടി അർജുൻ യുദ്ധം ചെയ്യണം എന്ന് അർജുന് മനസ്സിലായി. അന്നേരം അർജുന് വളരെ വ്യക്തമായിട്ട് ക്ലിയറായി, ആസക്തിയില്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യണം. ഭക്തിയെക്കുറിച്ച് അർജുനന് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ആ ഭക്തിയിലുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അസുരന്മാരുടെ ബോധം എങ്ങനെയാണ്, ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികളുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അഹങ്കാരത്താലും ധാർഷ്ട്യത്താലും കാമത്താലും അത്യാഗ്രഹത്താലും അന്ധരായ അവർ എപ്പോഴും ഇന്ദ്രിയ ആസ്വാദനത്തിനെ തന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ട് കാണുന്നു. അവരെപ്പോഴും പല പല ക്ലേശങ്ങളുടെ നടുവിൽ 1000 ആഗ്രഹങ്ങളുടെ വലയിൽപ്പെട്ട് എപ്പോഴും നരകയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ അവർ വീണ്ടും വീണ്ടും അധപ്പതിച്ചുകൊണ്ടേയിരിക്കും, താഴ്ന്ന ജന്മങ്ങളിലേക്ക് ജനിച്ചുകൊണ്ടേയിരിക്കും അവരുടെ പാപകർമ്മങ്ങളാൽ. ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാതെ ആരാണോ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കുന്നത്, അവർക്ക് ദുരിതം മാത്രമേ ലഭിക്കൂ, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും. ഭഗവാൻ വീണ്ടും പറഞ്ഞു, ആസക്തിയില്ലാതെ
വിരക്തിയോടുകൂടി എങ്ങനെ പ്രവർത്തിക്കാമെന്ന്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ആ വിരക്തിയോടുകൂടി നീ യുദ്ധം ചെയ്യൂ അർജുന. ആരാണോ മിഥ്യാഹങ്കാരത്തിൽ ഇരിക്കാതെ പ്രവർത്തിക്കുന്നത്, ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കാതെ, ബുദ്ധി ഒരിക്കലും ഭൗതിക ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചും ചിന്തിക്കാതെ യുദ്ധം ചെയ്യുന്നത്, ആ വ്യക്തി കൊല്ലുന്നുണ്ടെങ്കിലും ആരെയും കൊല്ലുന്നില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും കർമ്മബന്ധനങ്ങൾ ബാധിക്കത്തുമില്ല. പക്ഷെ അതേ സമയത്ത് ഭൗതിക ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് മിഥ്യാഹങ്കാരത്താൽ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നത് അവർ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അർജുനെല്ലാം മനസ്സിലായി. അർജുന് മനസ്സിലായി, യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം അജ്ഞാനത്താലാണ്. ഇതെല്ലാം സ്വാർത്ഥതയാൽ ഉടലെടുത്ത തീരുമാനങ്ങളാണ്. സ്വന്തം ബന്ധുക്കളെ മുന്നിൽ കണ്ടപ്പോൾ യഥാർത്ഥ അസ്തിത്വം എന്താണെന്ന് അർജുൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഭൗതിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് താൽക്കാലിക തീരുമാനം അർജുൻ എടുത്തതായിരുന്നു എന്ന് അർജുന് മനസ്സിലായി. ഭഗവാൻ അർജുൻ്റെ ആ ബുദ്ധിയെ ഉണർത്തി. കാരണം ഈ കുരുക്ഷേത്ര ഭൂമിയിലുള്ള എല്ലാവരും യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യേണ്ടവരാണ്. അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അതിനെ മറന്നുകൊണ്ട് എല്ലാവരും ഈ ഭൂമിയിൽ വന്ന് ആസുരിക ചിന്തകളിൽ മഗ്നരായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും അവരുടെ ആസുരിക ചിന്താഗതിയെ മാറ്റാതെ അവർക്കൊരിക്കലും ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ സാക്ഷാൽ പരമോന്നതനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് അർജുൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് യുദ്ധം ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ യുദ്ധം ചെയ്യുന്നതിലൂടെ പരമോന്നത സിദ്ധിയായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്ന് ഞാൻ മോചിതനാകും. എന്നിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് അർജുന് മനസ്സിലായി. അർജുന് എല്ലാം മനസ്സിലായി എന്ന് ഭഗവാന് മനസ്സിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പരമോന്നതമായിട്ടുള്ള അറിവ് നിനക്ക് നൽകിയത്. വളരെ വിശദമായിട്ട് നീ ആലോചിക്കൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്തോളൂ. എൻ്റെ അവസാനത്തെ നിർദ്ദേശം, നീ പൂർണ്ണമായിട്ടും എന്നെ ആശ്രയിക്കൂ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യൂ. ഇതാണ് പരമോന്നതമായിട്ടുള്ള ധർമ്മം. അപ്പോൾ നീ വേറൊരു ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അങ്ങനെ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്കൊട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. എന്നിട്ട് ഭഗവാൻ അർജുനെ നോക്കിയിട്ട്, അർജുൻ അപ്പോഴും ഭഗവാന്റെ തൃപ്പാദത്തിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. കുന്തിപുത്ര, ഞാൻ പറഞ്ഞതെല്ലാം നീ ശ്രദ്ധയോടെ കേട്ടോ? നിന്റെ വ്യാമോഹം എല്ലാം മാറിയോ? ഉടൻ തന്നെ അർജുൻ രഥത്തിൽ കയറി ഗാണ്ഡീവം പൊക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ എല്ലാ വ്യാമോഹവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ നഷ്ടമോഹോ സ്മൃതിർലബ്ധ്വ, എനിക്ക് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടി. എല്ലാവിധ സംശയങ്ങളിൽ നിന്നും ഞാൻ മോചിതനായി. ഇനി അങ്ങ് പറയുന്ന എല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കരിഷ്യേ വചനം തവ. ധൃതരാഷ്ട്രയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സഞ്ജയൻ ഇതെല്ലാം കേട്ടു. എന്നിട്ട് സഞ്ജയൻ പറഞ്ഞു, ഈ രണ്ട് വിശിഷ്ട വ്യക്തികളും തമ്മിലുള്ള സംവാദം കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടാകുകയാണ് ധൃതരാഷ്ട്രേ. അതിൻ്റെ ആന്തരിക അർത്ഥം എത്രത്തോളം മധുരമാണ്. എനിക്ക് ഒരുപാട് ആനന്ദം ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്നു. കൃഷ്ണന്റെ ആ സുന്ദര രൂപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ആ സന്തോഷം വരികയാണ്. എവിടെയാണോ ഭഗവാൻ കൃഷ്ണൻ, യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനുള്ളത്, എവിടെയാണോ വില്ലാളി വീരനായിട്ടുള്ള അർജുനുള്ളത്, അവിടെ തന്നെയാണ് എല്ലാ ഐശ്വര്യവും, എല്ലാ വിജയവും, അമാനുഷിക ശക്തിയും ധാർമ്മികതയും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാം കേട്ടിട്ട് ധൃതരാഷ്ട്രർ ഒന്നും വേണ്ടിയില്ല. ധൃതരാഷ്ട്രർ ചിന്തിച്ചു, സഞ്ജയൻ പറഞ്ഞത് സത്യമാണ്. സഞ്ജയൻ
പറഞ്ഞത് പരമസത്യമാണ്. ധൃതരാഷ്ട്ര ചിന്തിച്ചു, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇനിയെങ്കിലും ഉണ്ടോ? എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്, ഇപ്പോഴും ഞാനിതെന്താ പ്രതീക്ഷിക്കുന്നത്? ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി ഭഗവാൻ ആരാണെന്നും, ആരാണോ ഭഗവാൻ, ആരുടെ പക്ഷത്താണോ ഭഗവാൻ നിൽക്കുന്നത് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ ഇടയിലും എൻ്റെ മക്കളോടുള്ള ആസക്തി ഇങ്ങനെ പൊങ്ങി വരികയാണ്. എൻ്റെ ബുദ്ധിയുടെ തീരുമാനങ്ങളെ മറികടക്കുകയാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് ഉറങ്ങാനോ സമാധാനമായിട്ടിരിക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ കേട്ടപ്പോൾ ഒരു സമാധാനം ധൃതരാഷ്ട്രർക്കും അനുഭവപ്പെട്ടു. പക്ഷേ മക്കളുടെ കാര്യം കൂടുതൽ അവതാളത്തിലായി എന്ന് ധൃതരാഷ്ട്രർക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഒരുവിധം സമനില തിരിച്ചു കൊണ്ടുവന്നു. ധൃതരാഷ്ട്രർ സഞ്ജയൻ പറഞ്ഞത്, ഇനി പറയാൻ പോകുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒറ്റ ക്ലാസ്സിലൂടെ ഭഗവത്ഗീത കംപ്ലീറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? എല്ലാവരും കമൻസിൽ പറയൂ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഭഗവത്ഗീത കംപ്ലീറ്റായി. ഭഗവാന്റെ കാരുണ്യം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സത്സംഗം? നിങ്ങൾക്ക് കമൻസിലിടാം. ഇനി നാളെ രാവിലെ അടിയൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. മിക്കവാറും മറ്റന്നാൾ മുതൽ സത്സംഗം തുടരുന്നതായിരിക്കും കേട്ടോ. നാളെ 20-ാം തീയതി, 21-ാം തീയതി രാവിലെ മുതൽ നമ്മൾ മഹാഭാരതം യുദ്ധം ആരംഭിക്കുകയാണ്. ഓക്കെ. ഇന്നത്തെ സത്സംഗം വീണ്ടും വീണ്ടും കേൾക്കുക. ഭഗവത്ഗീതയുടെ സാരാംശം ഇന്നത്തെ സത്സംഗത്തിലുണ്ട്. ഭഗവാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. അതായത് ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക എന്നതിൻ്റെ അർത്ഥം ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പരമോന്നത ലക്ഷ്യം. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ ലോകത്ത് ഇരിക്കേണ്ടവരാണ്. അതിനു പകരം ഇവിടെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ ടൈം പാസിനെ തിരിക്കുക, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഏർപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയാകും. അതാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഇനി മറ്റന്നാൾ മഹാഭാരതം തുടരുന്നതായിരിക്കും. ഇതുവരെ എന്തെങ്കിലും സത്സംഗം നിങ്ങൾ കേൾക്കാതെ ഉണ്ടെങ്കിൽ മഹാഭാരതത്തിൻ്റെ തീർച്ചയായിട്ടും കേൾക്കണം. 21-ാം തീയതി രാവിലെ മുതൽ മഹാഭാരതം ചർച്ച നമുക്ക് തുടരാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.